കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. മഹാകവി രമണൻ പാടിയത് എത്ര ശരിയാണ്. ആരെങ്കിലും കൂട്ടിന് വിളിക്കായിരുന്നു. മക്കളെ, തൽക്കാലം ഇവിടെ നിൽക്ക്. എനിക്ക് ചെറിയൊരു കാര്യം സാധിക്കാനുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നിർത്തിയേ. മിസ്റ്റർ, ഒന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കാൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു തരാം. ഈ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ എങ്ങനെയാ വഴി? നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണം. പിന്നെ അമ്പലത്തിന്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട്. പിന്നെ തെക്കോട്ട്. പിന്നെ വടക്കോട്ട്. പിന്നെ തിരിയണ്ട, നേരെ. ഫസ്റ്റ് ഷോട്ട് ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ. ശരി. സ്റ്റാർട്ട് ക്യാമറ. ശരി. ആക്ഷൻ. ശരി. റെഡി. ഇത് നമ്മുടെ ജീവൻ ചേട്ടനാടാ. ഇത് പിള്ളേര് കളിയാടാ. ശരിക്കുള്ള ഷൂട്ടിംഗ് അങ്ങനെ നിലയില്ല. ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ല. അത് പിന്നെ ഈ രൂപത്തെ കണ്ട അപ്പൊ തന്നെ പിടികിട്ടുമല്ലോ. ഇതുപോലെ ഒരെണ്ണല്ലേ ലോകത്ത് കാണൂ. സമ്മതിച്ചല്ലോ, ഇതുപോലെ ഒരെണ്ണേ പാടുള്ളൂ. അതാണ് ഐരാണിക്കര ജീവൻ. ഈ പാന്റ്, ഈ ഷർട്ട്, ഈ കൂളിംഗ് ഗ്ലാസ്, ഈ ഷൂ, ഇതെല്ലാം എനിക്ക് മാത്രം സ്വന്തം. ഇതൊന്നും കൊണ്ടുപോയി ആ ഷൂട്ടിംഗ് കാണിക്കണ്ടേ? വേണ്ട വേണ്ട, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ. ഞാനും ഒരു സിനിമക്കാരനല്ലേ. അതെപ്പോഴാണ് നീ സിനിമയിൽ കയറിയത്? ജനിച്ചപ്പോഴും ഞാൻ സിനിമയിലല്ലേ മോഞ്ഞ. ഓ, സ്ഥിരം പല്ലവി. ഞങ്ങൾ പോണു, നീ വരണ്ട. എനിക്ക് ഉച്ചയ്ക്ക് MTയുമായിട്ട് ഡിസ്കഷൻ, വൈകിട്ട് ഫാസിൽ വരും, നൈറ്റ് യേശുവാസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകെ തിരക്കാം. അതിനിടയിൽ ഒരു കുഞ്ഞ് സിനിമയുടെ ഷൂട്ടിംഗ്. നിങ്ങൾ പോയോ? ഒരു കുടുംബത്തിൽ ഒന്നും എങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? മിടുമിടുക്കനായ ഒരു മോനും സുന്ദരിയായ ഒരു മോളും ഉണ്ടെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. എന്നാൽ തികഞ്ഞ ഒരു ഗ്രഹനാഥൻ എന്ന അഹങ്കാരം ഇത്തിരി അല്ല ഇമ്മിണിയുണ്ട്. സുപ്പീരിയാരിറ്റി ആൻഡ് ഇൻഫീരിയാരിറ്റി കോംപ്ലക്ഷൻസ് മിക്സ് ആയി അത് ഗിൽറ്റി കോംപ്ലക്ഷനായി കൺവേർട്ട് ചെയ്ത് ഒരുതരം ഹ്യൂമൻ സൈക്കോളജിക്കൽ പ്രോബ്ലമായി മാറുന്ന. അതെ, പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പാക്കരവെള്ളച്ചേട്ടനെ എങ്ങനെ ഇങ്ങനെ ഒരു ഭാര്യ ഒത്തുകിട്ടി. എന്നെ കൊച്ചിലെ തിരുവാതിര കളിക്കും ബാലയ്ക്കും ഒക്കെ വിളിച്ചതാ. ആരും കൊതിക്കുന്ന ബോഡി ഷേപ്പ് ആയിരുന്നേ. അച്ഛ ഷീറ്റായിരുന്നു, വിട്ടില്ല. പിന്നെ പാക്കര വെള്ളച്ചേട്ടൻ, അങ്ങേരും ഷീറ്റ, വിട്ടില്ല. നഞ്ചെന്തിനാണ് ആണാഴി? ആ തള്ളയുടെ മുറ പിടിച്ച സ്വഭാവവും പാക്കര പിള്ളച്ചേട്ടന്റെ വട്ടും ഒക്കെ ആ പെങ്കൊച്ച് നന്നായി കിട്ടിയിട്ടുണ്ട്. അത് ശരിയാ. പാട്ടിൽ എസ്റ്റാലിക് എന്നും സൗന്ദര്യത്തിൽ ഐശ്വര്യറായുമെന്നും ആ വിചാരം. എന്റെ ജീവൻ ചേട്ടനൊന്ന് സിനിമയിൽ കേറിക്കോട്ടെ. ഒന്നെങ്കിൽ ഞാൻ സിനിമയെ പാടും, അല്ലെങ്കിൽ നടിയാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ചേട്ടന്റെ കൂടെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സിനിമാക്കാരനെ കല്യാണം കഴിക്കും. ഇത്രയും ഒച്ചയുടെ ആവശ്യമില്ല. സോറി സാർ. കണ്ടോ ആ വിഷ്ണു? റെഡി ആക്ഷൻ. ബ്ലോക്ക് ബ്ലോക്ക് ക്യാച്ച്. നടികളൊന്നും ഇല്ല. വരുത്തണോ? തിരി എൽബോ. ഓക്കെ, ഒരു റിഹേഴ്സൽ നോക്കാം. ആക്ഷൻ. ക്യാച്ച്. ബ്ലോക്ക് ബ്ലോക്ക്. തിരികെ. ആ പുതിയ ചക്കും കൊള്ളാം. അവന്റെ ടൈമിംഗ് പോരാട്ടോ. ഞാൻ ശരിയാക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. നീ ഇപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്ക. കൈ എടുത്തോട്ടോ. ആ ജീവൻ നോക്കിക്കോ. രണ്ടുപേരും ഒരേ ഇതെന്താ വിജ്ഞാനകോശം? ഇവര് ഡബിൾ ആക്ഷൻ ആണോ? ഇതൊന്ന് ഒറിജിനല്ലേ, ഒന്ന് ഡ്യൂപ്പ്. ഒറിജിനലിന് ചെയ്യാൻ പറ്റാത്തത് ഡ്യൂപ്പ് ചെയ്യും. കഷ്ടപ്പാട് ഡ്യൂപ്പിനും കാശും പേരും മറ്റവനും. ഇതിനെ ആ തലവര എന്ന് പറയുന്നത്. നമ്മുടെ ജീവന് തലവര ഉണ്ടോ? ഒന്ന് മുട്ടയടിച്ച് നോക്കിയാലാണ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇതെന്താ ഇലക്ട്രിസിറ്റി ബോർഡോ? ശരീരം മുഴുവൻ വയറിംഗ് ചെയ്തിട്ട്. റിച്ച്നെസ് കണ്ടിട്ട് ഹി ഷുഡ് ബി ദ പ്രൊഡ്യൂസർ. ഹലോ, നമ്പിനാരായണ സ്പീക്കിംഗ്. ഓനെപ്പോഴാ വരിക? കായ് കൊടുത്താച്ചോളൂട്ടോ. ഹോളി ചെയ്തോളൂ. അരെ ഭയ്യ കൈസാ ഹേ? അരെ മുझे പൈസ മാന്താ ഹേ. സൈലൻസ്. പിന്നീട് വിളിക്കാം. ടേക്ക്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനെയുള്ളവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്നെ കിട്ടില്ല. ജീവനെ കണ്ടപ്പോഴേ നമ്മുടെ ഹീറോ മൂഡ് ഔട്ടായി. അതിന്റെ റിയാക്ഷനാ അസൂയ. എനിക്കൊന്ന് കിട്ടുണ്ടേ. മുട്ടയടിച്ചു നോക്കണ്ട, ജീവന് തലവരയില്ല. എന്റെ ചാൻസ് പോയി. 19ാമത്തെ സീൻ കഴിഞ്ഞിട്ട് വരിക. അതെ സാർ. എന്താണ് ഇത്? സെയിം ഡ്രസ് തന്നെ. ഷൂട്ടിംഗ് ആണോ ഇത്? നമ്മുടെ മലയിലും വന്നു അടിമാരി വന്നില്ല. നമ്മളെത്തിക്കാം നമ്മുടെ കയ്യിലുണ്ടെന്നേ. ആ ശരി. വന്നോ ഒന്ന് കാണാൻ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഉഗ്രം കഥാപാത്രമാണല്ലോ. മഹേന്ദ്ര സാർ കണ്ടില്ലേ? മഹേന്ദ്ര സാർ ആ കണ്ടുപിടിച്ചത്. ഓ നല്ല ചിമിട്ടനാ. എന്താ അവന്റെ പേര്? ജീവൻ. അത് തന്നെ. ആ ശൈത്താൻ വിഷ്ണു അല്ലോടോ മിസ്റ്റേക്ക് കാട്ടിയത്. ഇങ്ങളെന്താ പിന്നെ ഓനെ ചീത്ത വിളിക്കാനേ? ഞാനിനി ചീത്ത വിളിക്കണം, അവൻ ഇട്ടേച്ച് പോണം, പിന്നെ നിങ്ങളുടെ വായിലിരിക്കണത് ഞാൻ കേൾക്കണം. ഇപ്പൊ തന്നെ നടുവിളിക്കുന്നു പറഞ്ഞ് കിടപ്പാ. അപ്പൊ നാളെ മാരേജ് സീൻ 2 ദിവസം തിരുമണമെന്നാ പറയണത്. ഓനെ ഞാൻ തിരുമും. മര്യാദക്ക് നാളെ വർക്കിന് വരാൻ പറയുന്നു. ഫുൾ ക്രൗഡ് ഏർപ്പെടാക്കിനി. വന്നില്ലെങ്കിൽ കായത്ര നഷ്ടം അറിയാം നമുക്ക്. വന്നല്ലോ ഹീറോ. എന്താ ഞങ്ങളുടെ കൂടെ ചേർന്നോ? സാറിന് ഒന്നുകൂടി കാണണമെന്ന് തോന്നി, അങ്ങനെ കൂടിയതാ. ഞാൻ കരുതി താൻ പിണങ്ങിപ്പോയി കാണുമെന്ന്. എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ പോവോ സാറേ? ഓനെ നായകനാക്കി ഞാൻ ഒരു പടം പിടിച്ച് ഞങ്ങൾ സംവിധാനം ചെയ്യുവോ? ഈ സിനിമ തീരുന്നതിനുള്ളിൽ നിങ്ങൾ എന്നെ കൊന്നില്ലെങ്കിൽ ചെയ്യാം. ദേവി ഇതാ കോപ്പലൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ആ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അമ്മ പറയും. ഞാൻ അമ്മയെടുത്ത് കൊടുക്കാം. ഹലോ, ആ പറഞ്ഞോളൂ. താനെന്താ ഇവിടെ? എന്തിനാ ഇരുട്ടത്ത് നിന്നേന്ന്? ആരെങ്കിലും വന്ന് ലൈറ്റ് എടുത്തെന്ന് കരുതി. ആരാധന കൊണ്ടാ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിട്ട് ഈ പാത്രം നോക്കി വന്നത്. ഇരിക്കാൻ പറയാത്തോണ്ട് ഇരിക്കാനല്ല, പോവാൻ പറയുന്നതിന് മുമ്പ് പോവുകയും ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവും എന്ന് പറയുന്നു കരുതി പറഞ്ഞില്ല, പോന്നു. അതെ, വട്ടാന്നൊന്നും വിചാരിച്ചല്ലേ, നോർമലാ. ലൈറ്റ്സ് ഓഫ്. എന്ത് വൃത്തിയല്ലേ കാണിക്കണേ? എല്ലാത്തിനും സിനിമ പറയണ്ട, ഒരു കാര്യമില്ല. ഹീറോയുടെ എൻട്രി നമ്മൾ റൈറ്റിൽ നിന്നാണ് വെച്ചിരുന്നത്, വേണമെങ്കിൽ ലെഫ്റ്റിനാക്കാം. ഓക്കെ സർ. അത് ഞങ്ങൾ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. ഇന്ന് ഏത് രംഗത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോണേ? കല്യാണം, ഈ മാരേജ്. വഴി താലിയിട്ട് കാണിക്കുന്നത് ക്യാമറ കാണാം. താലി കെട്ടിയേ പറ്റൂ, അല്ലാതെ ക്യാമറ ഇറക്കൊന്നും അല്ല. അപ്പൊ എത്ര പ്രാവശ്യം ഒരു നടി കല്യാണം കഴിക്കും? സിനിമയിൽ എങ്ങനെ ആയാ മതിയായിരുന്നു. പോടാ. ഇന്ന് ആരുടെ കല്യാണമാടാ? എന്റെ ഈ ഷോട്ട് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അത് കഴിഞ്ഞ് ഹീറോയുടെ ക്ലോസപ്പ്. Okay, ആ ട്രോളി ഫൈനൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചാർജ് പോണം. ഓ യെസ്. ആ HMI ഒന്ന് റൈറ്റ് പാൻ ചെയ്. സാറാ ഇന്റർവ്യൂവിന്റെ വെയിറ്റ് ചെയ്യാൻ പറയാം. സാർ, വിഷ്ണുവിന്റെ കാര്യം പ്രശ്നമാണ്. ഒരു ദിവസം കൂടി നിർബന്ധമായിട്ടും റെസ്റ്റ് വേണമെന്ന് പറയുന്നത്. ഓ, ഇത്രയും ക്രൗഡും വിളിച്ചു കൂട്ടിട്ട് ഇനി എന്താ ചെയ്യാ? വിളിക്കാം വിളിക്കാം. കൊടയുവോ? ഓ സർ പ്ലീസ് ടെൻഷൻ തരരുത്. ആ ലൈറ്റ് ഒന്നുകൂടി പാൻ ചെയ്തേക്ക്. ഹലോ, പാനും കോപ്പൊന്നും ചെയ്യണ്ട. ആ ഹീറോ വന്നില്ല, വിഷ്ണു. അല്ല സർ, ഹീറോയിൻ ഉണ്ടല്ലോ, ഹീറോയ്ക്ക് ഡ്യൂപ്പിടാം. എന്താ? യെസ്, ഇറ്റ് ഇസ് ആൻ ഐഡിയ. പക്ഷെ പറ്റിയ ഡ്യൂപ്പ് വേണ്ടേ? എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ വേണം. എടുത്തോ സർ. യെസ്, ജീവൻ വിൽ ബി ദ സ്യൂട്ടബിൾ പേഴ്സൺ. സാർ എന്റെ സംഭാഷണങ്ങളൊന്നും നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അഭ്യസിക്കാമായിരുന്നു. സംഭാഷണം എന്തിനാ? അതിലും വലുതല്ലേ സ്നേഹയെ കല്യാണം കഴിക്കുന്ന സീന്. ടൈറ്റ് റേഞ്ചാ. വേണ്ട സാർ, ശരിയാവില്ല.
കേട്ടപ്പോ സന്തോഷിച്ചെങ്കിലും ശരിയാവില്ല, ഞാൻ കുടുങ്ങും. താൻ വിചാരിക്കും പോലൊന്നുമില്ല, മുഖം കാണിക്കില്ല, നായകന്റെ ഡ്യൂപ്പാ. ഹലോ. ഇയാളാണോ ഡ്യൂപ്പ്? നല്ല സീനാണല്ലോ കിട്ടിയത്. അതെ, നല്ല ഉഗ്രൻ സീനാ. ഞാൻ റെഡി സർ. ഓക്കെ, ഫസ്റ്റ് ഷോട്ട് താലികെട്ട്. കല്യാണച്ചക്കനും പെണ്ണും കഴിഞ്ഞ ആ ദിവസം ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന ആരാന്നറിയോ? ചെക്കന്റെ പെങ്ങൾ. പെങ്ങളാ? അയ്യേ സാർ, ഒരു മിനിറ്റ്, വരണിപ്പോ വരാട്ടോ. താലിയാ സാർ, ഇത്രയും നല്ലൊരു കാര്യം നടക്കുമ്പോ എന്റെ കുടുംബക്കാരൊക്കെ വേണ്ടേ സാർ? പെങ്ങളെങ്കിലും താലി പിറകിന്ന് പിടിച്ചു കെട്ടാൻ വേണം സാർ. ഒരു 5 മിനിറ്റ് തന്നാ മതി, ഞാൻ ഇപ്പൊ അവരെ വിളിച്ചിട്ടുണ്ടാ. ഇത് വെറും സിനിമാ കല്യാണാടോ, ഇവിടെ തന്റെ പെങ്ങളൊന്നും വേണ്ട. ചെല്ലു വേഗം, സമയം പോണു. എടാ വരാ, ഒന്ന് പോടാ. ആ ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. താലി കെട്ടുന്നവര് പിറയുന്നോ സൈഡിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോട്ടെ. ചേട്ടൻ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തരണേ. തരില്ലേ? ആ നോക്കാം. ജീവൻ, ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ്, ആക്ഷൻ. സ്നേഹ ഓക്കെ, ജീവൻ ഓക്കെ. അതിന് കഴുത്തി തന്നെ കിടക്കട്ടെ, അഴിക്കണ്ട. അയ്യോ സർ, എന്താ? നൈസ് ജോബ്. വിശാലം, നിന്റെ മോൻ വന്നു. എന്താ? സിനിമാ നടൻ വന്നൂന്ന്. ഒന്ന് വന്നേ, ഒന്നിങ്ങോട്ട് വന്ന് നോക്കി. കുടുംബം കലങ്ങി. എന്താ എന്താ? നമസ്കാരം അച്ഛാ. ആരാടാ ഇവള്? അച്ഛൻ ഇത് സിനിമാ നടൻ സ്നേഹയാ. കേറിപ്പൊടിയാത്ത് പറയേ, എന്താ ഇത്? അച്ഛൻ ടോപ്പ് ഫിലിം സ്റ്റാർ സ്നേഹ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. കൂടെ പോരുന്ന് കരുതിയില്ല, പക്ഷെ പോന്നു. എന്ത് ചെയ്യാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ അനുവാദത്തോടുകൂടി ഞങ്ങളൊരു പുതിയ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്റെ അമ്മ, ഈ വീട്ടിലകത്ത് കയറിയാൽ നിന്റെ കാലിയാൻ പറ്റും. അതിനു മുമ്പ് അച്ഛന്റെ കാല് ഞാൻ പിടിക്കും. അച്ഛാ, ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ. ഞാൻ കാല് പിടിക്കാച്ചാ. ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ. ഞാൻ കാല് പിടിക്കാച്ചാ. ഞാൻ കാല് പിടിക്കാം. അച്ഛാ, ഞാൻ കാല് പിടിക്കാം. അച്ഛാ, 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 ഞാൻ കാല് പിടിക്കാം. അച്ഛാ, അച്ഛാ, അച്ഛന് പുണ്യം കിട്ടും അച്ഛാ. അച്ഛാ, ഞാൻ കാല് പിടിക്കാച്ചാ. ഇവിടെ മരുമകളായിട്ട് സ്വീകരിക്കച്ചാ. എടാ, ഒന്ന് കണ്ടു നിർത്ത് നോക്ക്, ഞാൻ നിന്റെ തന്തയാ. തന്തയുടെ കാല് തന്നെ ഞാൻ പിടിച്ചിരിക്കണ അച്ഛാ. അമ്മയുടെ കാലും ഞാൻ പിടിക്കാം. എടി അല്ല, അച്ഛൻ കിടന്ന് വിളിക്കണടി. വാ, വേഗം വാ. തടിച്ചി ഓടി വന്നിട്ട് രക്ഷയ്ക്ക്. ഇവൻ എന്നെ വലിച്ചോണ്ട് പോയി വല്ല കിണറ്റിലെങ്ങാനും വിടുവേ. എന്റെ കുട്ടിയിരിക്കാനാ. അച്ഛാ, ഞങ്ങൾ അനുഗ്രഹിക്കച്ചാ. അയ്യോ, എവിടെ? അയ്യോ, എന്റെ പാക്കരേട്ടാ. അയ്യോ, എന്താ ഈ കാണിക്കണേ? നല്ല രസം. എനിച്ചോണ്ട് കണ്ട ഒരു കുട വെള്ളം എടുത്തോണ്ട് തലയിൽ ഒഴിക്കാം. മോനെ, നമ്മുടെ പാവ അച്ഛനല്ലേടാ. വിടടാ മോനെ, വിടടാ മോനെ. സ്വന്തം അച്ഛനല്ലേടാ. സ്വന്തം അച്ഛാ. അച്ഛൻ എന്താ ഇവിടെ കിടന്നുറങ്ങണേ? സാമദ്രോഹി എന്നെ കൊന്നേനെ. എന്ത് കോമാളിത്തരമാണ് അത് ഈ കാട്ടിയത്? അവൻ ആ സിനിമ നടിയെ കല്യാണം കഴിക്കുന്നതായി അഭിനയിച്ചു പോലും. അതെങ്ങാണ്ട് മനസ്സിൽ കയറിയതാ. അത് മാഞ്ഞോളുന്നേ. കല്യാണം കഴിച്ചതല്ലേ തോന്നിയുള്ളൂ. ഫസ്റ്റ് നൈറ്റ് ആണ് തോന്നാത്തത് എന്റെ ഭാഗ്യം. എന്റെ കഴിവറി. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. പാടാത്ത മാനസ വീണയും പാടും. പായിൽ തുടങ്ങണം.
പായിൽ കിടക്കല്ലേ ചെയ്യണം എങ്ങനെ തുടങ്ങണേ? ആ പോടാ മോളെ, അക്ഷരം പാ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യ പഞ്ചമി മാനം മയക്കുമ്പോൾ വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. അല്ലേ? അതെ. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. അക്ഷരം തു തു. തുങ്കമാസം വന്നു ചേർന്നാൽ പിന്നെ ഞാൻ സ്വന്തമാക്കും. കള്ളക്കളി കള്ളക്കളി, ഇങ്ങനെ ഒരു പാട്ടില്ല. പാട്ടുണ്ട്. ഇത് സമ്മതിക്കാൻ പറ്റില്ല. ഇതാണ് കുഴപ്പം, ഈ ചെറുപ്പക്കാരുടെ കുഴപ്പം. അറിവില്ല, ക്ഷമയില്ല. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ പ്രവർത്തിക്കണം, അല്ലാതെ കുറെ വേഷം കെട്ടി നടന്നിട്ടൊന്നും കാര്യമില്ല. ഇതാ കണ്ടില്ലേ, ഊണ് കഴിക്കുന്ന സമയത്തും കാതില് പാട്ട്. ഊണ് കഴിക്കുന്ന സമയത്ത് ഉപദേശമില്ലാതിരുന്നാൽ കുറച്ചുകൂടെ രുചിയായിട്ട് ഉണ്ണാം. അല്ലെങ്കിൽ ഉണ്ണും ഈ അച്ഛന്റെ മോനല്ലേ. ഇനി ഓരോന്ന് പറഞ്ഞ് അച്ഛനും മകനും കൂടുതൽ സ്നേഹിക്കണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കഴിച്ചു തീർക്ക്. കഴിക്കാനും കഷ്ടപ്പെടുന്നുണ്ട്. ഈ മോഹൻലാലിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ പുള്ളി അങ്ങനെ പെരുമാറാനൊക്കെ കുഴപ്പമില്ല. ആ പാവല്ലേ. ഇപ്പൊ വരുവേ. ആ ജയറാം എങ്ങനെയുണ്ട്? ആ നല്ല വിഷയം. സിനിമയുടെ ആളാ. മോഹൻലാലിനൊക്കെ അറിയുന്നു. ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ്, ചന്ദ്രഭാനു. ഡയറക്ടർക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു കളരിക്കാരന്റെ വേഷമുണ്ട്. പോകാം. അതിപ്പോ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ചില കമ്മിറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഡാഡിയാ അച്ഛൻ വെറുതെ ജാട കാണിക്കാതെ കിട്ടിയ ജോലി പോയി ചെയ്യടാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. ആരോടാ? എന്നോട് തന്നെയാ. ഇപ്പൊ തന്നെ വരുവട്ടാ. എനിക്ക് പറ്റിയ വലിയ വേഷമാണ് സിനിമയില്. പ്രിയപ്പെട്ട അല്ല ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, ഒരു സിനിമയിൽ ഒരു കുഞ്ഞു വേഷം ചെയ്യാൻ എന്നെ വിളിക്കണ്ട്. ഞാൻ പോണോ? പോണ്ടാന്ന് പറയുന്നതാ എനിക്കിഷ്ടം. എന്താന്നറിയോ, എന്റെ ഭാവിയിൽ എനിക്ക് നല്ല വിശ്വാസ. ഞാൻ നല്ലൊരു സ്റ്റാർ ആവും. സ്റ്റാർ എന്ന് പറഞ്ഞ മനസാക്ഷിയുള്ള സ്റ്റാർ, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്റ്റാർ, എല്ലാവരെയും സഹായിക്കുന്ന സ്റ്റാർ. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസിയെ ഞാൻ പോയി എന്റെ കിടിലം ഭാവി തൊലയ്ക്കണോ? നീ പോമോനെ ദിനേശ, വാചോടിക്കാതെ പോയി ഇഷ്ടം പോലെ ചെയ്യടേ. ആഹാ, അപ്പൊ കൃത്യമായൊരു ഉത്തരം ആരും പറയില്ല. വേണ്ട, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. ഞാൻ ചോദിക്കാം. സ്നേഹേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഒരു ആശയക്കുഴപ്പം? ചോദിച്ചോ. അത് എന്നെ സിനിമയിലേക്ക് വിളിച്ചു. അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള ദൂരം കുറയുന്നു. ഞാൻ വരട്ടെ. ശാലൈക്കം. മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ജീവന് സ്വാഗതം. പക്ഷെ സൈഡ് വേഷ. ഞാനും ആദ്യം സൈഡ് വേഷ ചെയ്തു.